ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലം കേക്കിന് സ്വാദും മണവും കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓറഞ്ച് കാൻഡിഡ് പീൽ. അത് വളരെ വില കുറഞ്ഞ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 കിലോ ഈ പഴുത്ത ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ടൊന്ന് കഴുകാം. നമുക്കിതിൻ്റെ തൊലിയാണ് ആവശ്യം. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു രീതിയിലാണ് ഇത് തൊലി എടുക്കേണ്ടത് കേട്ടോ. പീൽ ചെയ്തെടുക്കുക. അതിൻ്റെ വെള്ളയൊന്നും പെടാത്ത രീതിയിൽ വേണം എടുക്കാൻ. വെള്ളം എടുത്തു കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇപ്പോൾ എല്ലാം കണ്ടല്ലോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചെറിയ വളരെ നൈസായിട്ട് നമുക്കൊരു പീലർ ഉണ്ടെങ്കിൽ പീലറിൽ കൂടെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ കത്തി വെച്ച് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായാലും ഈ രീതിയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ അത്ര അടുപ്പിച്ച് ഞാൻ അതാണ് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഇത്രയും ഓറഞ്ചിൻ്റെ തൊലി ഞാനിന്നൊന്ന് ഇതുപോലെ റെഡിയാക്കി കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് വെള്ളമൊന്നും പെടാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിത് വേറെ ജ്യൂസിനൊക്കെ നമുക്ക് എടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അരഞ്ഞ് പോകരുത്. ഇതുപോലെ പൊടിയായിട്ട് കിടക്കണം. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഏകദേശം 1.5 കപ്പ് വെള്ളം കൂടെ ഞാനിപ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒന്ന് ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതിനാദ്യം നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചിട്ട് ഇതിനെ ഇനി മറ്റൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് കഴുകാന്നുള്ളതാണ് ഉദ്ദേശിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് സ്പൂണിട്ടൊന്ന് വെച്ചിട്ട് വീണ്ടും നമ്മൾ അരിച്ചിട്ട് വീണ്ടും പാനിലോട്ട് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. അങ്ങനെ ഇത് കയ്പ്പ് മാറാനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യം ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഇത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് ഇങ്ങനെ ഇറങ്ങി വരും. ഇതായിപ്പോൾ ഞാനിപ്പം 2ാമത്തെ പ്രാവശ്യം വീണ്ടും ഒന്ന് തിളപ്പിച്ച് അരിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നല്ലൊരു പാത്രത്തിൽ വെള്ളത്തിലോട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് കഴുകിയ ശേഷം വീണ്ടും ഒന്ന് അരിച്ചിട്ട് വീണ്ടും ആ പാനിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വീണ്ടും ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് വീണ്ടും തിളപ്പിച്ച് ഒന്ന് ഏകദേശം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് ഇതൊന്ന് ഒരു ഓവർനൈറ്റ് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. കയ്പ്പ് പൂർണ്ണമായിട്ട് മാറാനാണ്. ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് അരിച്ചിട്ട് ഇനി ഇതൊന്ന് അളന്ന് നോക്കണം എത്രയാണ് വരുന്നതെന്ന്. അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം 1 കപ്പിനടുത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പകുതി പഞ്ചസാര, അതിൻ്റെ പകുതി വെള്ളം, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കണക്കെടുക്കേണ്ടത്. അപ്പം 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് നമ്മളിത് ഇനി ഒന്നുകൂടെ ഇനിയാണ് നമ്മൾ ശരിക്കും വിളയിക്കാൻ പോകുന്നത്. ഇനിയാണ് കേട്ടോ. ഇതുവരെ നമ്മളിതിൻ്റെ കയ്പ്പ് രസം മാറ്റിയതേ ഉള്ളൂ. ഇനി ഞാൻ പാനിൽ ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇത് റെഡിയാവും കേട്ടോ. ഇതൊന്ന് വറ്റി വരുന്നുണ്ട്. ഞാനിപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണക്കാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് നമ്മുടെ ഓറഞ്ച് പീൽ ഇരിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഓറഞ്ച് പീൽ എന്ന് പറയുന്നത്. അപ്പം കടയിൽ നിന്ന് വാങ്ങണി ഒരുപാട് പൈസയാവും. ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിലോട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.